മനസ്സിൽ ഓം നമശിവായ ഓം ശിവം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഒരിക്കൽ കൂടി ഇരിക്കണം. നേരത്തെ ഇരുന്ന പോലെ ഒന്നുകൂടി ഇടത്ത് കൈ മണ്ണിൽ വെച്ച് അതിന് മുകളിൽ വന്തി വയ്ക്കും. 5 സെക്കൻഡ്. ഇടത്ത് കൈ ആദ്യം മണ്ണിൽ വെച്ച് അതിന്റെ മുകളിൽ വന്തി വയ്ക്കും. അയോധ്യ മധുരാമായ കാശി കാഞ്ചി അവന്തിക പുരിദ്വാരാവതി ചെയ്യുക സത്യൈക മോക്ഷദായക. നീ കഴിച്ചു. ഇപ്പൊ നമ്മുടെ ശരീരത്തിനുണ്ടായിരുന്ന ആ ദോഷഫലങ്ങളൊക്കെ ദോഷഫലങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള നമ്മുടെ കൈയുടെ ഭൂമിയില കൊടുക്കാൻ ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ പോകും. നമ്മുടെ ഹിന്ദുമത ആചാരപ്രകാരം ഏത് കർമ്മം ചെയ്യുന്നു അതിന് പിന്നിൽ ഒരു ശാസ്ത്രീയ അടിസ്ഥാനമാണ്. ഇപ്പൊ നമ്മൾ ചെയ്ത അതാണ്. ഇനി ബന്ധുവാത്ത ചീന്തലെടുക്കുക. ആ ചീന്തലയിൽ ബാക്കി എന്തെങ്കിലും അതൊക്കെ വെള്ളരെ തട്ടിപ്പോകും. അതിനുശേഷം ആ ഇല കൊണ്ട് തന്നെ ഒരു കുമ്പിൾ കൊടുത്താക്കി പിടിക്കുക. ആ ചീന്തല കൊണ്ട് ഒരു കുമ്പിളാക്കി പിടിക്കുക. ആ കുമ്പിളിൽ കൈ കൊണ്ട് പാത്രം കൊണ്ട് കുറച്ച് തീർത്ത് വയ്ക്കുക, വെള്ളം വയ്ക്കുക. ആ തീർത്ഥം കൊണ്ട് വലിയ ഇലനെ 3 പ്രതിഷ്ഠം ചെയ്യാം. നമ്മളാണ് പ്രതിഷ്ഠം ചെയ്യുന്ന സങ്കല്പത്തിൽ 3 പ്രതിഷ്ഠം ചെയ്തിട്ട് ഇലനെ നടുക്ക് വെച്ച് കമത്തി വെക്കുക. ഇല കൊണ്ട് മൂടി വെക്കുക. ഇല കൊണ്ട് മൂടി വെച്ചോളൂ. മൂടി വെച്ചതിന് ശേഷം ഇപ്പൊ നമ്മൾ നേരത്തെ ദർഭ വിരിച്ച് സൂര്യലോകത്ത് നിന്ന് ആത്മചൈതന്യത്തെ ആവാചിരുത്തി തിരിച്ചവരെ പ്രതിരോധത്തേക്ക് നയിക്കണം. അതിന് മുമ്പ് അറിഞ്ഞോ അറിയാതെയോ വാക്കുകൊണ്ടോ പ്രവൃത്തികൊണ്ടോ എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമ പറഞ്ഞോളൂ, മാപ്പ് പറഞ്ഞോളൂ. തല കൊമ്പിട്ട് തൊട്ട് വന്നിട്ടുള്ളൂ. തലേന്ന് കൊമ്പിട്ടിട്ട് ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്ത പോലെ ക്ഷമിച്ച് മാപ്പ് തന്നെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥി തല കൊമ്പിട്ട് തൊട്ട് വന്നിട്ട് ഇങ്ങനെ കൈകൊട്ടി പിടിക്കുക. മനസ്സിൽ വടക്കൽ ഭഗവതിയെ സങ്കല്പിക്കുക. നമ്മൾ വടക്കൽ കടപ്പുറത്താണ് കർമ്മം ചെയ്യുന്നത്. ദേവിയുടെ സാന്നിധ്യ ഭൂമിയാണ്. ഭയങ്കര മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ചോളൂ. അമ്മേ നാരായണ കുറച്ച് അരി ഇടിക്കുക. അതിൽ തുറന്ന് പത്തോട് മാറ്റിയിട്ട് കുറച്ച് അരി ഇട്ട് അരി ഇട്ടിട്ട് ഹൃദയത്തോടെ ചേർത്ത് പിടിക്കും. നമ്മൾ തിരിച്ചവരെ പ്രതിരോധത്തെ കഴിക്കുക.